വെൽക്കം ടു എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വഴുതനങ്ങ മസാല കറിയാണ്. നമുക്കതിന് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഒരു ബബിളിലെടുത്തിട്ടുണ്ട്. അതിൽ അരമുറി നാരങ്ങ നീരെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വഴുതനങ്ങയിൽ മസാല പുരട്ടാൻ വേണ്ടിയാണ്. 1 by 1 ആയിട്ട് നമ്മൾ ഇത് ഓരോന്ന് തയ്യാറാക്കി വെക്കണം, എന്നാലേ എളുപ്പമുള്ളൂ. ഇപ്പം ഞാനൊരു പാൻ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഓരോന്നായി മസാല പുരട്ടി അതിൽ വെച്ച് ഫ്രൈ ചെയ്യണം. ഒരു പകുതി ഫ്രൈ മതി. ഓരോന്നോരോന്നായി മസാല പുരട്ടി വെക്കാം. ഇപ്പം മസാലയെല്ലാം പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മൂക്ക ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പകുതി കൂടുതൽ ഫ്രൈ ആയാൽ മതി. ഇപ്പോൾ ഇതായി കഴിഞ്ഞു, ഇതിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയാണ് കറിക്ക് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്, 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇനി 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം മസാലകളെല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. ഏലയ്ക്ക 1 എണ്ണം മതി. ഇത്ര എടുത്തിട്ടുണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി, കറിക്ക് വേണ്ട മസാല. ഇപ്പോൾ ഈ കസ്കസിന് പകരമായിട്ട് വെളുത്ത എള്ള് ആയാലും മതി. ഇപ്പം ഞാൻ കസ്കസാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് മൂക്ക വറക്കാം. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തേത് നമ്മൾ വഴുതനങ്ങ ഒന്ന് പകുതി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മസാല തയ്യാറാക്കുവാണ്, കറിക്ക് വേണ്ട മസാല. ഇതൊന്ന് മൂക്ക വറുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. തീ കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഞാൻ ഒന്നിച്ചിട്ടങ്ങ് ഫ്രൈ ചെയ്യുവാണ്, അതുകൊണ്ടാണ് തീ കുറച്ചിടണമെന്ന് പറയുന്നത്. ഇനി ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച്. ഇപ്പോൾ വറവായി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കി വെക്കാം. ഇതിൻ്റെ ഞെടുപ്പെല്ലാം കളയണം, മുളകിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞ് ഇത് നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി വെക്കാം. ഇപ്പം പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 തക്കാളിക്ക അതും കൂടെ പേസ്റ്റാക്കി വെക്കാം. 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്, അതുകൂടെ പേസ്റ്റാക്കി വെച്ച്. ഇനി നമുക്കൊരു പാൻ വെക്കാം. കറി വെക്കേണ്ട പാൻ എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ടൊന്ന് വഴറ്റാം. 2 സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇച്ചിരി ലെന്തി പ്രോസസ്സാണിത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് വഴറ്റാൻ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റാം നമുക്ക്. ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇപ്പം ഞാൻ ആവശ്യത്തിന് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 തക്കാളിക്ക കൂടാതെ 2 നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇപ്പം സവാള എല്ലാം നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ തക്കാളി പേസ്റ്റ് ഒഴിച്ചു. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കുക. ഈ തക്കാളിക്ക് വേവണമല്ലോ, അരച്ച് വെച്ചാലും ഒന്ന് വേവണം. കണ്ടോ ഇതൊന്ന് വെന്ത് കഴിയുന്ന ഉടനെ നമുക്ക് തുറന്ന് ബാക്കി മസാലകൾ ആഡ് ചെയ്യാം. ഇപ്പം എണ്ണയൊക്കെ മേളി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മസാല കൂട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ പുളി വെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ വഴുതനങ്ങ ഇടാനുള്ള മസാല കൂട്ടാണ് റെഡിയാക്കുന്നത്. ഈ സമയത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും. ഇപ്പം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ബാക്കി ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ. ഇപ്പോൾ മസാലയൊക്കെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. നോക്ക്, ആവശ്യത്തിന് വെള്ളമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ആ വഴുതനങ്ങ ഓരോന്നോരോന്നായി തണ്ടേ പിടിച്ച് ഇതിനകത്തോട്ട് ഇടുക. അടന്നു പോകാതെ ശ്രദ്ധിക്കുക. നമ്മളിത് നേരത്തെ തൊട്ടേ ഇട്ട് കഴിഞ്ഞാൽ ഈ വഴുതനങ്ങയുടെ തണ്ടിൽ നിന്നും എല്ലാം അങ്ങ് അടന്നു പോകും. അതിനു വേണ്ടിയാണ് വഴുതനങ്ങ സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ മസാലയും അടുക്കി പിടിക്കും. ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയാണ് രണ്ടും സെപ്പറേറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് ഈസിയാണ്. ഇതിപ്പോൾ അധികം നേരം, ഇപ്പം വഴുതനങ്ങ പകുതി കൂടുതൽ വെന്ത് കഴിഞ്ഞു. ഇനി അധികം നേരം ഇത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കടു വറുത്തും കൂടി ഇടാം. അതിനുണ്ട് ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അല്പം ഉള്ളി അരിഞ്ഞതും ഒരു മുളക് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അവസാനം ഒരു ശകലം മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആഡ് ചെയ്യാം.
നല്ല കറി കൂട്ടണമെങ്കിൽ പാടുപെട്ടല്ല പറ്റത്തുള്ളൂ. വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം വേണ്ട കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയും കൂടെ ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പം അല്പം മല്ലിയില ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട, ആവശ്യമെങ്കിൽ ഇടുക, അത്ര തന്നെ. ഇപ്പം വേണ്ട മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ചോറുണ്ണാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് സമയമെടുത്താണ് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത്. ഇത് ഞെട്ടേ പിടിച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അതങ്ങ് അടന്നു പോകും. കണ്ടോ? നമ്മുടെ നാട്ടിലിങ്ങനൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു പണ്ട്. ഇപ്പം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ സ്ത്രീകൾക്കെല്ലാം അറിയാമല്ലോ. ഇതാണ് ചോറും മസാലക്കറി, വഴുതനങ്ങ മസാലക്കറി. എല്ലാവരും ട്രൈ ചെയ്യുക ആവശ്യമെങ്കിൽ. ഞാൻ തയ്യാറാക്കിയത് നിങ്ങളെ കൂടെ കാണിച്ച് എന്ന് മാത്രം. ഗുഡ് ബൈ.